നമസ്കാരം. ജ്യോതിഷ വിശ്വാസികളായ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരെയും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. തിരുവോണം നക്ഷത്രക്കാരുടെ പുതിയ മലയാള വർഷത്തിലെ ഫലങ്ങളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാനുള്ളത്. കൊല്ലവർഷം 1202 ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള തിരുവോണ നക്ഷത്രക്കാരുടെ ഫലമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2026 ഓഗസ്റ്റ് 17-ാം തീയതിയാണ് ചിങ്ങമാസം 1-ാം തീയതി. അന്നു മുതലാണ് പുതിയ വർഷം ആരംഭിക്കുന്നത്. തിരുവോണം നക്ഷത്രം മകരക്കൂറിൽ ഉൾപ്പെട്ടു വരുന്ന നക്ഷത്രമാണ്. അവർക്ക് 2026 ഡിസംബർ മാസം വരെ സാമാന്യം അനുകൂലമായ കാലമാണ് എന്ന് പറയാം. വർഷത്തിൻ്റെ തുടക്കത്തിൽ വ്യാഴം 7-ാം ഭാവത്തിൽ ഉച്ചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു. ഇത് 2026 ഒക്ടോബർ മാസം വരെ തുടരുന്നതാണ്. ഒക്ടോബർ മാസത്തിലാണ് വ്യാഴം രാശി മാറുന്നത്. ഇതോടൊപ്പം തന്നെ ശനി അനുകൂലമായിട്ട് 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ടും ഇവർക്ക് കുറേയേറെ ഗുണഫലങ്ങൾ ലഭിക്കും. അല്പം കൂടുതൽ പരിശ്രമിക്കുകയാണെങ്കിൽ ഏറെ നേട്ടങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ ഈ ഡിസംബർ വരെയുള്ള സമയത്ത് ഉറപ്പായിട്ടും സാധിക്കുന്നതാണ്. വ്യാഴ ഉച്ചരാശിയിൽ 7-ാം ഭാവത്തിൽ നിൽക്കുന്ന സമയത്ത് കുടുംബസമാധാനം ഉണ്ടാകും, വ്യാപാരത്തിൽ ലാഭമുണ്ടാകും, ജോലിയിൽ ഉയർച്ചയും ഉണ്ടാകും. ഇത്രയും ഗുണഫലങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളാണ്. നേരത്തെ ആഗ്രഹിച്ചു തുടങ്ങിയിട്ട് മുടങ്ങിപ്പോയ ബിസിനസ് പുനരാരംഭിക്കാൻ സാധിക്കും. അതുപോലെ സാഹിത്യരചന, സിനിമ, ചിത്രകല, ആർക്കിടെക്ചർ തുടങ്ങിയ മേഖലകളിൽ പുതുതായിട്ട് സംരംഭങ്ങൾ തുടങ്ങാനോ അല്ലെങ്കിൽ ഇവയൊക്കെ പഠിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂല സന്ദർഭമാണ് വന്നു ചേരുന്നത്. ശനിക്ക് കൃഷിയുടെ കാരകത്വം കൂടി ഉള്ളതുകൊണ്ട് വെറുതെ ഉപയോഗിക്കാതെ കിടന്നിരുന്ന പൈതൃക ഭൂമിയിൽ കൃഷി ചെയ്യാനും അതിൽ നിന്ന് ലാഭമുണ്ടാക്കാനും സമയം അനുകൂലമാണ്. പക്ഷേ ഇതിനെ സഹായിക്കാൻ ആളുകളുണ്ടായിരിക്കണം എന്ന് മാത്രം. പെട്ടെന്നൊരു ദിവസം ചെന്ന് കൃഷി ചെയ്ത് ലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ അതിന് ആൾക്കാരുണ്ടെങ്കിൽ, അസിസ്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ പൈതൃക ഭൂമി വെറുതെ ഇടാതെ അതിൽ നിന്ന് നല്ല ലാഭം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ തകർന്നു എന്ന് കരുതിയ ഭക്ഷണ സംബന്ധമായ ബിസിനസ്സൊക്കെ കാണും നിങ്ങൾക്ക്. ഇത് പുതിയൊരു രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് അവിശ്വസനീയമായ ലാഭം ഉണ്ടാക്കാനും ഈ സമയത്ത് സാധിക്കുന്നതാണ്. നിങ്ങൾ അങ്ങനെ സാഹചര്യങ്ങളുള്ളവരൊന്ന് ചെയ്ത് നോക്കുക. ചെറിയ ഒരു മുതലും കൂടെ മുടക്കിയിട്ട്, ഒരു ചെറിയൊരു പൈസ കൂടെ മുടക്കിയിട്ട് അതൊന്ന് റീഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അതായത് നിങ്ങളുടെ മുടങ്ങിപ്പോയ ഭക്ഷണ സംബന്ധമായ ബിസിനസ് പുതിയ വളരെ അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് ഇത് വരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ശനി 3-ാം ഭാവത്തിൽ വക്രത്തിലാണ് ഡിസംബർ വരെയെങ്കിലും രാശിക്കുള്ളിൽ തന്നെയാണ് വക്രം വരുന്നത് എന്നതുകൊണ്ട് കാര്യമായ ന്യൂനതകളൊന്നും ഉണ്ടാവില്ല. ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള യോഗമുണ്ട്. നിലവിലുള്ള ജോലിയിൽ ഉയർച്ചയോ ഇഷ്ടസ്ഥലത്തേക്കുള്ള സ്ഥലമാറ്റമോ ലഭിക്കാനും യോഗമുണ്ട്. വാഹന യോഗമുള്ള സമയവുമാണ്. 2026 ഒക്ടോബർ മാസത്തിൽ വ്യാഴം അഷ്ടമരാശിയിലേക്ക് മാറുന്നതോടെ നേരിയ സ്വസ്ഥതക്കുറവ് അനുഭവപ്പെടും. പ്രധാനമായിട്ടും തിരുവോണ നക്ഷത്രക്കാർക്ക് കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസമായിട്ടാണ് ആദ്യം ഇത് അനുഭവപ്പെടുന്നത്. അതായത് ഒരു തൃപ്തിക്കുറവ് കുടുംബാംഗങ്ങൾക്കിടയിൽ ഉണ്ടാകും. അങ്ങനെയാണ് നമുക്ക് ആദ്യമായിട്ട് ഇത് തിരിച്ചറിയാൻ സാധിക്കുന്നത്. വർഷാദ്യം മുതൽ 2026 ഡിസംബർ വരെ രാഹു 2-ലും കേതു അഷ്ടമത്തിലുമാണ് സഞ്ചരിക്കുന്നത്. രാഹു ധനഭാവത്തിൽ നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായ മാർഗങ്ങളിലൂടെ സമ്പത്തുണ്ടാക്കാൻ സാധിക്കും. എങ്കിലും രാഹു നൽകുന്ന ധനം സ്ഥിരതയുള്ളതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് പണം സൂക്ഷിക്കുന്ന കാര്യത്തിലും പണം ചെലവഴിക്കുന്ന കാര്യത്തിലും വളരെ ജാഗ്രത പുലർത്തണം. അതായത് രാഹു കൊണ്ടുവരുന്ന ധനം എപ്പോൾ വേണേലും നഷ്ടപ്പെട്ടു പോകാം. ഇത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അഷ്ടമത്തിലെ കേതു ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനോ അധിക ചെലവ് വരുത്താനോ സാധ്യതയും ഉണ്ട്. എങ്കിലും തിരുവോണ നക്ഷത്രക്കാരുടെ ദേവതയായ വിഷ്ണു ഭഗവാന് വ്യാഴത്തിൻ്റെ അധീശത്വമുള്ളതുകൊണ്ട് വ്യാഴം പൂർണ്ണമായിട്ടും രാശി മാറുന്നത് വരെ വലിയ ദോഷങ്ങൾ ഉണ്ടാവില്ല. ഈ 2027 ജൂണിലാണ് വ്യാഴം സ്ഥിരമായിട്ട് ചിങ്ങരാശിയിലേക്ക് പോകുന്നത്. അതുവരെ വ്യാഴം ഒന്ന് ചിങ്ങത്തിലേക്ക് പോയിട്ട് തിരികെ കർക്കിടകത്തിലേക്ക് തന്നെ വരും. അപ്പം പൂർണ്ണമായിട്ടും ചിങ്ങത്തെ രാശിയിലേക്ക് പോകുമ്പോഴാണ് അഷ്ടമ വ്യാഴത്തിൻ്റെ ദോഷങ്ങൾ ശരിക്കും അനുഭവപ്പെട്ടു തുടങ്ങുന്നത്. ഇപ്പോൾ വരാൻ പോകുന്ന വർഷം താൽക്കാലികമായ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അഷ്ടമ വ്യാഴം കൊണ്ട്. പക്ഷേ 2-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന സമയത്ത് വാക്കുകളിൽ പരുഷതയോ രൂക്ഷതയോ കഠിനതയോ ഒക്കെ ഉണ്ടാകാം. ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാകും മറ്റുള്ളവർക്ക്. അതായത് സംസാരം വഴി മറ്റുള്ളവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് വളരെയേറെ ശ്രദ്ധിക്കണം. ഭൂമി വിൽപ്പനയിൽ തീരുമാനമുണ്ടാകും. ഏജൻസി കമ്മീഷൻ പ്രവർത്തനങ്ങളിൽ ലാഭമുണ്ടാകും. വ്യാഴം 7-ൽ നിൽക്കുമ്പോൾ വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമ ബന്ധം ലഭിക്കാനും യോഗമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശ ഐഡിയ കിട്ടിക്കാണും. വ്യാഴത്തിൻ്റെ ഗുണങ്ങൾ, ശനിയുടെ ഗുണങ്ങൾ കിട്ടും. രാഹുവിൻ്റെയും കേതുവിൻ്റെയും ദോഷഫലങ്ങളും ഉണ്ടാകും. ശനി പൂർണ്ണമായിട്ടും അനുകൂല ഭാവത്തിലാണ് 2027 ജൂൺ മാസം വരെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തടസ്സങ്ങളെ മറികടക്കാൻ സാധിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതുമാണ്.
കൃഷി യന്ത്രങ്ങൾ, ഫാക്ടറി, ഫാമുകൾ, ബേക്കറികൾ തുടങ്ങിയവ നടത്തുന്നവർ, മത്സ്യം, മാംസം, കടൽ വിഭവങ്ങൾ തുടങ്ങിയവ വിൽക്കുന്നവർ തുടങ്ങിയ വ്യാപാരികൾക്ക് കാലം വളരെ അനുകൂലമാണ്. പുതിയ സംരംഭങ്ങൾ വിജയിപ്പിക്കാൻ സാധിക്കും. അന്യനാട്ടിൽ പഠനത്തിനും തൊഴിലിനുമൊക്കെ സാധ്യതയുണ്ട്. ആരോഗ്യ പരിശോധനകൾ മുടക്കരുത്. 2027 ജൂൺ മാസത്തിലാണ് ശനി മേടരാശിയിലേക്ക് മാറുക. മേടം ശനിക്ക് ഒട്ടും അനുകൂലമല്ല. മാത്രമല്ല, 4-ാം ഭാവത്തിലേക്ക് ശനി മാറുമ്പോൾ കണ്ടക ശനി ആരംഭിക്കുകയും ചെയ്യും. അതിനു മുമ്പ് വ്യാപാര കാര്യത്തിൽ സ്ഥിരത നേടുന്നത് നന്നായിരിക്കും. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ വ്യാഴവും ശനിയും ഏറ്റവും അനുകൂലമായിട്ട് നിൽക്കുന്ന കാലങ്ങളിൽ വ്യാപാരത്തിൽ ഒരു സ്ഥിരത ഉണ്ടാക്കുക. പിന്നെ അതങ്ങനെ ഒരു ഫ്ലോ ചെയ്ത് മുന്നോട്ട് പൊക്കോളും, കണ്ടിന്യൂ ചെയ്ത് പൊക്കോളും. അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ വ്യാഴവും ശനിയും രണ്ടും രാശി മാറുന്നത് 2027 ജൂൺ മാസത്തിലാണ് പൂർണ്ണമായിട്ടും അടുത്ത രാശിയിലേക്ക് മാറുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ നല്ലൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഒരല്പം കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും. പക്ഷേ നല്ലൊരു പ്ലാനിങ്ങോടെ പോവുകയാണെങ്കിൽ പിന്നീട് ആ ബിസിനസ് മുന്നോട്ട് ക്രമാനുഗതമായിട്ട് പൊക്കോളും. വലിയ ദോഷമില്ലാതെ കൊണ്ടു നടക്കുകയും ചെയ്യാം. ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ തടസ്സങ്ങളൊക്കെ വരുമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ സർക്കാർ ജോലിക്കാരെ സംബന്ധിച്ച് അല്പം സമ്മർദ്ദം വർദ്ധിച്ചേക്കും. എങ്കിലും ആനുകൂല്യങ്ങൾ പലതും പുതിയ വർഷത്തിൽ ലഭിക്കുന്നത് സാമ്പത്തിക ആശ്വാസം നൽകുന്നതാണ്. തടഞ്ഞു വയ്ക്കപ്പെട്ട DAയോ അല്ലെങ്കിൽ ശമ്പളത്തിൻ്റെ അരിയറോ അല്ലെങ്കിൽ പ്രൊമോഷൻ അരിയറോ ഇതൊക്കെ കിട്ടുന്നത് സാമ്പത്തികമായിട്ട് ആശ്വാസം നൽകും. വ്യാഴൻ രാശി മാറുന്നതോടെ വരവിനേക്കാൾ ചെലവ് അധികരിക്കുമെങ്കിലും പല ആഗ്രഹങ്ങളും സാധിക്കുന്ന കാലമാണ് വരുന്നത്. ശനിയുടെ താൽക്കാലിക വക്രം കഴിയുന്നതോടെ ആരോഗ്യപരമായ വിഷമതകൾക്ക് ശമനമുണ്ടാകും. ഇനി പറയുന്ന കാര്യം കൂടെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. 2026 ഡിസംബറിലെ രാഹുകേതുക്കളുടെ രാശിമാറ്റ സമയം ഒട്ടും അനുകൂലമല്ല. രാഹു മാറുന്നത് തിരുവോണ നക്ഷത്രക്കാരുടെ ജന്മക്കൂറിലേക്കാണ്, അതായത് മകരം രാശിയിലേക്കാണ് വരുന്നത്. രാഹുവും കേതുവും പുറകോട്ടാണ് സഞ്ചരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പം കുംഭത്തിൽ നിൽക്കുന്ന രാഹു മകരത്തിലേക്ക് വരും, ചിങ്ങത്തിൽ നിൽക്കുന്ന കേതു പുറകോട്ട് നീങ്ങി കർക്കടക രാശിയിലേക്ക് വരും. ഈ ഒരു സമയത്ത് ഉറക്കക്കുറവ്, മാനസിക അസ്വസ്ഥത, ശാരീരിക ബുദ്ധിമുട്ടുകൾ, അനാവശ്യ ചിന്തകൾ, കാര്യതടസ്സങ്ങൾ, അമിത ചെലവ് എന്നിവ അനുഭവപ്പെടാം. ഈ ഒരു കാലത്ത് സാമ്പത്തിക ജാഗ്രത പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതും ഉചിതമാണ്. ഈ ഒരു സമയത്ത് നമുക്ക് പ്രത്യേകമായിട്ട് അനുഭവപ്പെടുന്നത് പല സ്നേഹിതരും പുതുതായിട്ട് പല കാര്യങ്ങളും തുടങ്ങാൻ വേണ്ടി പ്രേരിപ്പിച്ച് വരും. ചില ബന്ധുക്കളും നമ്മളെ പല കാര്യത്തിനും പ്രേരിപ്പിക്കും. നമ്മൾ നന്നായിട്ട് ചിന്തിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ച് മാത്രമേ എന്തെങ്കിലും കാര്യത്തിൽ ഇടപെടാവുള്ളൂ. അബദ്ധങ്ങൾ സംഭവിക്കാൻ ഒരുപാട് സാധ്യതയുണ്ട് ഈ രാഹു കേതു മാറുന്ന സമയത്ത്, പ്രത്യേകിച്ച് ജന്മക്കൂറിലേക്ക് വരുന്ന സമയത്ത്. വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. കഫജന്യ രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. സൗഹൃദങ്ങളിൽ ഉലച്ചിൽ തട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് സംസാരത്തിലും പെരുമാറ്റത്തിലുമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളുക. 2027 ജനുവരി മാസത്തിൽ വ്യാഴം തിരികെ ഉച്ചരാശിയായ കർക്കടകത്തിലേക്ക് എത്തുന്നു. അവിടെ കേതുവുമായിട്ട് യോഗം ചെയ്ത് ജൂൺ മാസം വരെ തുടരുന്നതാണ്. നേരത്തെ വ്യാഴം തനിച്ച് ഉച്ചരാശിയിൽ നിന്നപ്പോഴുള്ള അത്ര പോസിറ്റീവായിരിക്കില്ല ഈ ഒരു സമയത്ത് ഫലങ്ങൾ ഉണ്ടാകുന്നത്. അതിൻ്റെ കാരണം എന്താണ്? കേതുവിൻ്റെ ഒരു എഫക്റ്റൂടെ അവിടെ ഉണ്ടാകും. എന്നാലും ചില ഗുണഫലങ്ങളുണ്ട്. പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രശസ്തി വർദ്ധിക്കും. അവർക്ക് കുറേ ആളുകൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കാനൊക്കെ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന വിഷമതകൾ അല്പം കുറയുന്നതാണ്. സന്താന യോഗത്തിനും സാധ്യതയുണ്ട്. പക്ഷേ ഒരു ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും. എന്നാലും സന്താന യോഗം ഉണ്ടാകും. ബിസിനസ്സിൽ വലിയ മാറ്റം ഉണ്ടാവില്ല. അധിക ചെലവ് അല്പം കുറയ്ക്കാൻ കഴിയുമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് കേതു 7-ാം ഭാവത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കുറേയേറെ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടേക്കും. ആശുപത്രി വാസമോ ചിലവുകളൊക്കെ ഉണ്ടാകും. പക്ഷേ വ്യാഴത്തിൻ്റെ ഒരു അനുഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചികിത്സിക്കാൻ ചെന്നാൽ വ്യാജ ചികിത്സന്മാരുടെ അടുത്തൊന്നും പോവുകയില്ല. കൊള്ളാവുന്ന ഡോക്ടർമാരെ നമുക്ക് കിട്ടും എന്നുള്ളതൊരു ആശ്വാസമാണ്. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അതനുസരിച്ചുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് തിരുവോണ നക്ഷത്രക്കാരുടെ കാര്യമായിട്ട് പറയേണ്ടത്. ഇനി നമുക്ക് പരിഹാരങ്ങളും വഴിപാടുകളും നോക്കുമ്പം തിരുവോണ നക്ഷത്രത്തിൻ്റെ അധിപൻ മഹാവിഷ്ണുവാണ്. അതുകൊണ്ട് വിഷ്ണു ക്ഷേത്രങ്ങളിൽ വിഷ്ണു സൂക്ത പുഷ്പാഞ്ജലി, ഭാഗ്യസൂക്ത അർച്ചന, സഹസ്രനാമാർച്ചന ഇവ നടത്തുന്നത് വളരെ നല്ലതാണ്. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഓരോ ക്ഷേത്രത്തിലും ഓരോ രീതിയിലാണ് ആചാരങ്ങളെന്നുള്ളത് കൊണ്ട് അവിടുത്തെ പ്രധാന ശാന്തിയുമായിട്ട് മേൽശാന്തിയുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് നമ്മുടെ പ്രശ്നത്തിന് ഏതാണ് ഏറ്റവും ഉചിതം എന്ന് തീരുമാനിച്ചിട്ട് കൊടുത്താൽ മതി. വിഷ്ണു സൂക്തമാണോ, ഭാഗ്യസൂക്തമാണോ, വിഷ്ണു സഹസ്രനാമാർച്ചനയാണോ, ഏതാണ് നല്ലതെന്ന് നോക്കിയിട്ട് അത് നൽകുക. പിന്നെ മഹാവിഷ്ണുവിനും ഭഗവാന്റെ അവതാരമൂർത്തികൾക്കും പാൽപ്പായസമൊക്കെ നേദിക്കുന്നത്, തുളസിമാല സമർപ്പിക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രം ശ്രീകൃഷ്ണ ക്ഷേത്രമാണെങ്കിൽ അവിടെ ചെയ്താൽ മതി.
നരസിംഹമൂർത്തിയുടെ ക്ഷേത്രമാണെങ്കിൽ അവിടെ ചെയ്താൽ മതി, വാമനമൂർത്തിയാണെങ്കിൽ അവിടെ ചെയ്യുക. ഏതായാലും വിഷ്ണു ഭഗവാനുള്ള വഴിപാടുകൾ ഈ അവതാരമൂർത്തി ക്ഷേത്രത്തിൽ ചെയ്താലും മതിയാകുന്നതാണ്. തിങ്കളാഴ്ചകളിലും തിരുവോണ നക്ഷത്രം വരുന്ന ദിവസങ്ങളിലും വ്രതമെടുത്ത് ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഗുണകരമാണ്. വളരെ പാവപ്പെട്ട, ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ദരിദ്രർക്ക് ഭക്ഷണം നൽകുന്നതും നല്ലതാണ്. ക്ഷേത്രങ്ങളിലുള്ള അന്നദാനം കാര്യങ്ങളിലൊക്കെ സഹകരിക്കുന്നതും നല്ലതാണ്. രാശിനാഥനായ ശനിക്ക് ശനിയാഴ്ച ദിവസങ്ങളിൽ എള്ളുതിരി തെളിച്ച് പ്രാർത്ഥിക്കുന്നത് ശനിദോഷം മാറാനും ശനിയുടെ ഗുണഫലങ്ങൾ കിട്ടാനും വളരെ ഉത്തമമാണ്. ശാസ്താവിന് 3 ശനിയാഴ്ച തുടർച്ചയായിട്ട് നീരാജനം നടത്തുന്നത് തടസ്സങ്ങൾ മാറാൻ വളരെ ഉത്തമമാണ്. അത് വർഷം മുഴുവൻ ചെയ്യുന്നത് നന്നായിരിക്കും. ഏറ്റവും കുറഞ്ഞത് ഈ ശനിയുടെ വക്രം തീരുന്ന സമയത്ത്, ശനി രാശി മാറുന്ന സമയത്തൊക്കെ 3 ശനിയാഴ്ച അടുപ്പിച്ച് ശാസ്താവിന് നീരാജനം കൊടുക്കുന്നത് ദോഷം മാറാൻ വളരെ നല്ലതാണ്. ചിങ്ങമാസത്തിൽ ഏതായാലും ഒരെണ്ണം ഒരു നീരാജനം നിങ്ങൾ കൊടുക്കുക. വിഷ്ണു ഭഗവാനുള്ള വഴിപാടുകളും കൃത്യമായിട്ടൊന്ന് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തുടർന്നുള്ള മാസങ്ങളിൽ അതിൻ്റെ ഒരു ഗുണം ലഭിക്കുന്നതാണ്. മറ്റു മതക്കാരുടെ പരിഹാരങ്ങളെപ്പറ്റി പറയുമ്പം അവർ പായസം പോലുള്ള ഈ ധാന്യങ്ങളും മധുരവും ചേർന്ന ഭക്ഷണം, ഇതെല്ലാം ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. പായസം പോലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് ദാനം ചെയ്യുക അല്ലെങ്കിൽ വിതരണം ചെയ്യുക. ധാന്യങ്ങളും മധുരവും ചേർന്ന ഭക്ഷണം. നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠന സഹായം ചെയ്യുന്നതും ദോഷപരിഹാരത്തിന് വളരെ ഉത്തമമാണ്. നിങ്ങളുടെ അടുത്തൊക്കെ ആരെങ്കിലും അങ്ങനെയുള്ള പാവങ്ങളായ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. നമുക്ക് വ്യാഴത്തിൻ്റെ അനുഗ്രഹവും വേണം, ശനിയുടെ അനുഗ്രഹം വേണം, രാഹു കേതുക്കളുടെ ദോഷം മാറുകയും വേണം. അതാണ് അടുത്ത മലയാള വർഷത്തിൽ പ്രധാനമായിട്ടും ഉള്ള ആവശ്യം. അത് കണക്കാക്കിയാണ് വഴിപാടുകൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അതുപോലെ ചാനലിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോയുടെ താഴെയുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ചാനലിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സന്താനങ്ങൾക്കുമെല്ലാം അഭിവൃദ്ധിയും സന്തോഷവും എല്ലാം ഉണ്ടാകട്ടെ. കുടുംബത്തിൽ സൗഖ്യം നിലനിർത്താൻ അടുത്ത വർഷം ഈശ്വരൻ നല്ല രീതിയിൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.